ഗേൾസ്, വെൽക്കം ബാക്ക് ടു സാലോ ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. മക്കളെ അടിപൊളിയായില്ലേ? നമ്മുടെ എക്സാം എല്ലാം തീർന്നു, സെറ്റ് ആയിട്ട് പവർ ആയിട്ട് നിങ്ങൾ ഇരിക്കായിരിക്കും അല്ലേ? അപ്പൊ ഇനിയുള്ള ദിവസം ഫുൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുൾ തിരക്കിലായിരിക്കും. നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഫ്രണ്ട്സിന്റെ അടുത്ത് പോകണം, ഗെയിം കളിക്കണം, പ്ലാനോട് പ്ലാൻ അല്ലേ? സോ നമ്മുടെ എക്സാം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മിസ്സിന്റെ ഈ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം താഴെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല, ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനോ കാര്യങ്ങളൊന്നും അല്ല മിസ് വന്നത്. നിങ്ങളെ കണ്ട് നിങ്ങളോടൊന്ന് സംസാരിച്ച് കുറച്ച് വിഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ആ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ തീർന്നു. ഇപ്പൊ എന്തൊരു സമാധാനമായിരിക്കും അല്ലെ? ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ മുഖത്തിൽ ആ സന്തോഷം, സമാധാനം ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടുന്ന് മനസ്സിലാക്കുന്നു. സോ ഇനി ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ് അല്ലെ? ഇനി ഫുൾ സെലിബ്രേഷൻ മൂഡാണ്. നമുക്ക് ക്രിസ്മസ് വരുന്നു, ന്യൂ ഇയർ വരുന്നു, ഫുൾ 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 തിരക്കാണ്. അപ്പൊ നിങ്ങളുടെ പ്ലാനുകൾ എന്തൊക്കെയാണെന്നുള്ളതും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. ചിലർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അപ്പൊ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഇന്ന ദിവസം എനിക്ക് അവിടേക്ക് പോകണം, ഇന്ന ദിവസം ഇവിടേക്ക് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും അല്ലെ? അപ്പൊ ഇനി ആകെ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളാണ് വെക്കേഷൻ ഉള്ളത്. അത് നിങ്ങൾ അടിച്ച് തന്നെ പൊളിച്ചോ. നമ്മുടെ ക്രിസ്മസ് ആണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ക്രിസ്മസ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. അപ്പൊ സൈലത്തിന് എന്താണ് ക്രിസ്മസിന് വേണ്ടിയിട്ട് തരാൻ പറ്റുക? എല്ലാ മക്കളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ക്രിസ്മസിന് സൈലത്തിന് എന്തെങ്കിലും സമ്മാനം തരുന്നുള്ളത്. ഓഫ് കോഴ്സ് തരാതിരിക്കോടാ. എല്ലാ വർഷത്തെയും പോലെ തന്നെ എന്റെ മക്കള് അടിപൊളിയായിട്ട് ഈ ഒരു പ്രാവശ്യം എക്സാം അടിപൊളിയായിട്ട് എഴുതി ഇനിയുള്ള പബ്ലിക് എക്സാമിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ അടിപൊളിയാക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് സർപ്രൈസ് ആയിട്ടുള്ള ഒരു സമ്മാനം കൂടെ മിസ് ഇവിടെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവർക്കും ഇനി ഭയങ്കര യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു സമ്മാനമാണ്. ഇനി നമുക്കുള്ളത് പബ്ലിക് എക്സാം ആണല്ലേ? അപ്പൊ ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി, ഇന്ന സബ്ജക്റ്റ് ഇത്ര ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഇത്ര പഠിച്ചാൽ പോരായിരുന്നു, കുറച്ചും കൂടെ റിവിഷൻ ചെയ്യണമായിരുന്നു, അങ്ങനെ പലരും മിസ്സിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചിലത് മിസ് ഒന്നും കൂടെ പഠിച്ചാൽ നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് പേഴ്സണലി ആയിട്ട് വരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്, നമ്മൾ പഠിച്ചത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു എക്സാമിലൂടെ നമുക്ക് മനസ്സിലായത്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇനി വരുന്ന പബ്ലിക് എക്സാമിന്റെ കേസ് പറയുകയാണെങ്കിലോ ഫുൾ ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കാം അല്ലെ? 1, 2, 3 അല്ല, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്കും എന്റെ മക്കൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ലോഡ് കൂടി വരാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, നമുക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്ത് പഠിക്കണം, റിവിഷൻ ചെയ്ത് പഠിക്കണം, എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റിവിഷൻ ബാച്ച് ആണ് നമ്മുടെ പൃഥ്വിയുടെ എൻഡ് ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ പൃഥ്വിയുടെ ബാച്ചിന്റെ സ്പെഷ്യാലിറ്റി, എൻഡ് ഗെയിം ബാച്ചിന്റെ സ്പെഷ്യാലിറ്റി റിവിഷൻ ബാച്ച് ആണ്. കംപ്ലീറ്റ് എന്റെ മക്കൾക്ക് 1 റിവിഷൻസും കാര്യങ്ങളും കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അങ്ങനെ എന്തൊക്കെയാണ് ഇനി പബ്ലിക് എക്സാം മുന്നിൽ കണ്ട് എന്തൊക്കെ വേണോ അത് കംപ്ലീറ്റ് സെറ്റ് ചെയ്യാനാണ് നമ്മുടെ റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ മക്കൾ ഏറ്റവും അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയ ടൈമാണ് ഇപ്പോ. കാര്യം എന്താണെന്നറിയോ? ഡബിൾ ധമാക്കാനടാ. ഇപ്പൊ ജോയിൻ ചെയ്താൽ അടിപൊളിയായിട്ടുള്ള ന്യൂ ഇയർ ഓഫറോട് കൂടിയിട്ട് എന്റെ മക്കൾക്ക് ജോയിൻ ചെയ്യാം. അതും വെറും 999 rupees മാത്രം. അത്ര പൈസയെ വരുന്നുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നല്ലൊരു ഉടുപ്പ് വാങ്ങിക്കുന്നതിന്റെ പൈസ പോലും വരുന്നില്ല അല്ലെ? അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ 2-3 മാസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അത് അടിപൊളിയായിട്ട് പഠിച്ച് ഇപ്രാവശ്യം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് അത് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് മിടുക്കറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത വർഷത്തിലോട്ട് കടക്കുക. അതിന് വേണ്ടിയിട്ടുള്ള സ്കാൻ കോഡ് മിസ്സഡ് വെച്ചിട്ടുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പർ വഴി കോൺടാക്ട് ചെയ്യാം 9995400800. ഇനി നിങ്ങൾ വിചാരിക്കും, ഇത് മാത്രമാണോ ഓഫർ, അല്ലെങ്കിൽ ഇത് മാത്രമാണോ സർപ്രൈസ്? ഇനിയും സർപ്രൈസുകൾ ഉണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും 15% ഓഫോട് കൂടിയിട്ട് നിങ്ങൾക്ക് പൃഥ്വി ബാച്ച് ജോയിൻ ചെയ്യുന്നത് ഒരു സമ്മാനം. കഴിഞ്ഞില്ല. ക്രിസ്മസ് സമ്മാനം നീണ്ടു നിവർന്ന് കിടക്കാനടാ. നിങ്ങൾക്ക് ഒരു ബിഗ് സർപ്രൈസ് കൂടെ വരുന്നുണ്ട്. ഊഹിക്കാൻ പറ്റുമോ എന്താണെന്ന്? കൂടുതൽ മിസ് ലേറ്റ് ആക്കുന്നില്ല, മിസ് പറയാം. നിങ്ങൾ എല്ലാവരും ഈ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ 31 തീയതി വരെ, ഡിസംബർ 31 വരെ നിങ്ങൾ ജോയിൻ ചെയ്യാണ്, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ട് നിങ്ങൾ ബാച്ച് പർച്ചേസ് ചെയ്തു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ പർച്ചേസ് ചെയ്ത മക്കളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഒരു ബിഗ് സർപ്രൈസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്സിന്റെ വാച്ച് ഒന്നും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. യെസ്. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് വാച്ച് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. നല്ല അടിപൊളിയായിട്ടുള്ള സ്മാർട്ട് വാച്ചുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കരുതിയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? അടിപൊളിയായിട്ടുള്ള ഒരു ഗീവ് അവേ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പൊ ഗീവ് അവേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മുടെ ലൈവ് വരുന്നുണ്ട്. അപ്പൊ ലൈവിൽ പറയും, അതുപോലെ ഡീറ്റെയിൽസ് എല്ലാം പറയും. നിങ്ങൾ എന്ത് ചെയ്യാം, 31 തീയതി ഡിസംബർ 31 വരെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് സ്മാർട്ട് വാച്ചുകളാണ് നമ്മൾ തരാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് വെറുതെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? വെറുതെ ഒന്ന് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ കിട്ടുകാഴ്ചയായിട്ടുള്ള വാച്ച് വരെ എന്റെ മക്കൾക്ക് കിട്ടും അല്ലെ? അപ്പൊ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഓഫർ നമ്മുടെ സൈലത്തിൽ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ ഷുവർ ആയിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഡബിൾ ധമാക്കയാണ് പ്രാവശ്യം എന്റെ മക്കൾക്ക് ഉള്ളത്. ക്രിസ്മസ് ന്യൂ ഇയറും പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറുകളാണ്.
സോ ഗീവ് എവേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രതി ബാച്ചിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന 5 പേർക്ക് നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്മാർട്ട് വാച്ചുകൾ ഗിഫ്റ്റ് ആയിട്ട് തരുന്നതാണ്. റെഡി? അപ്പൊ ഇത്രയും അടിപൊളിയായിട്ടുള്ള സമ്മാനങ്ങൾ പോരെ? ഇനിയും പോരാന്ന് പറയുകയാണെങ്കിൽ അതിനും അടിപൊളിയായിട്ടുള്ള കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ എല്ലാവർക്കും ഇനിയുള്ള കാര്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് വേണം അല്ലേ? അപ്പൊ നമ്മൾ അപ്പുറത്തുള്ള ആളേക്കാൾ കൂടുതൽ മാർക്ക് നമ്മൾ വാങ്ങിക്കണം. നല്ലൊരു കോമ്പറ്റീഷൻ നിങ്ങളുടെ ഇടയിൽ, ഹെൽത്തി കോമ്പറ്റീഷൻ നിങ്ങളുടെ ഇടയിൽ വേണം. എന്നുവെച്ചാൽ മറ്റേ ആളേക്കാൾ അടിപൊളിയായിട്ട് എനിക്ക് പഠിക്കണം. അപ്പോഴേ നമുക്കൊരു എന്ത് വരുള്ളൂ, ഒരു കോമ്പറ്റീഷൻ വരുള്ളൂ. അപ്പോഴാണ് നമുക്ക് ടോപ്പർ ആവാൻ പറ്റുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാസ് ടോപ്പർ ആവണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇനി എങ്ങനെയാണ് ഇനി ദിവസങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ എൻറ്റയർ ടീച്ചേഴ്സ് നിങ്ങളെ കാണാൻ വേണ്ടി ഒരു ഫ്രീ വെബിനാറുമായിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. 29-ാം തീയതി മൺഡേ 6 മണിക്കാണ് നമ്മൾ വരുന്നത്. അത് ഫ്രീ ആണ് മക്കളെ, ഒരു പൈസയില്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്യാൻ വേണ്ടി അവിടെ സൈഡിലാണ് മിസ് ഇങ്ങോട്ട് മാറിത്തരാം. യെസ്, ഇവിടെ ഒരു സ്കാൻ കോഡ് കാണുന്നില്ലടാ. ഈ ഒരു സ്കാൻ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മിടുക്കരാഴ്ച നിങ്ങൾക്ക് 29-ാം തീയതി വരാം. അപ്പൊ നിങ്ങളെ കണ്ട് സംസാരിക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മിസ്സിന് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് നമ്മുടെ 29-ാം തീയതി. അപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ, കുറച്ച് സമയം നമുക്ക് വേണ്ടി ഒന്ന് വിട്ടെന്നൂടെ, കുറച്ച് ഇച്ചിരി സമയമല്ലേ നമ്മൾ ചോദിച്ചോളൂ അല്ലേ, 1.5 മണിക്കൂറിന്റെ കാര്യമേ ഉള്ളൂ. അപ്പൊ എല്ലാ മക്കളും അതിലും ജോയിൻ ചെയ്യുക. ആൻഡ് മറക്കാതെ മിടുക്കരാഴ്ച എന്ത് ചെയ്യാൻ നമ്മുടെ പ്രതി ബാച്ചിന്റെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മുടെ ക്രിസ്മസ് വരാൻ പോവാണ്, ന്യൂ ഇയർ വരാൻ പോവാണ്. അതെല്ലാം അടിപൊളിയായി തന്നെ പോട്ടെ. ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ. ടേക്ക് കെയർ മക്കളെ. ബൈ ബൈ.